ലൂസിഫറിൻ്റെ അങ്ങനെയല്ല. ലൂസിഫറിൻ്റെ ഫസ്റ്റ് വലിയ വിക്ടറിയാണ്. സെക്കൻഡ് ഉണ്ടാവും. അത് 3 പാർട്സിൽ കൺസീവ് ചെയ്തിട്ടുള്ളൊരു ഓൾറെഡി കാര്യമാണ്. ഒരു വലിയ തോൽവി എന്തൊക്കെ സമ്മാനിക്കാം, ഏതൊക്കെ വഴികൾ അടയ്ക്കാം, നമ്മൾ വളരെ സ്മൂത്താണെന്ന് വിചാരിക്കുന്ന പാതകൾ പെട്ടെന്ന് തന്നെ കഠിനമാവുന്ന നമുക്ക് കൺമുന്നിൽ തന്നെ കാണാം. അച്ഛൻ്റെ ഉയരങ്ങൾ ഞാൻ കണ്ടു. ആ ഉയരങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും വേണ്ട നമ്മൾ വലിയ രീതിയിൽ പതിക്കാം. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ആസ്പെക്ട് അച്ഛൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. സാറിന് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ ഇതുണ്ടോ ശരിക്കും? രാഷ്ട്രീയ നിരീക്ഷണം മാത്രമേ. രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണെന്ന്. അതൊരു ഈസി വേർഡ് അല്ലേ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകൻ? ചരിത്രം വിജയികൾ ഉണ്ടാക്കുന്ന നുണകളുടെ കടലാസ് കിട്ടുന്ന ചരിത്രം എന്ന് പറയും. ഈ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് സാധനമുണ്ടോ ഈ രാജ്യത്തെക്കുറിച്ച്? അതൊരു വലിയ ചോദ്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുന്നുണ്ട്. ദേശം വെച്ചിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്സിയാണ്. ഒരു ആളിനെ കുറിച്ച് നമ്മളൊരു വെർഷൻ വായിച്ചാൽ ആ വെർഷനിലേക്ക് നമുക്ക് ഒഫീഷ്യലി ടീച്ച് ചെയ്യുന്ന വെർഷൻ, അത് ഗവൺമെന്റിൽ സാങ്ഷൻ ഉള്ള വെർഷനായിരിക്കും. അപ്പോൾ ഗവൺമെന്റിൽ സാങ്ഷൻ എങ്ങനെയായിരിക്കും ആ വെർഷൻ വന്നത്? മമ്മൂട്ടിയുമായിട്ടൊരു ചിത്രം പ്ലാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് പ്രതീക്ഷിക്കാമോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് കരിയർ ചിന്തിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് ഓർക്കാൻ സുഖമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ആദ്യ രസികൻ എന്ന് പറയുന്ന സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലി നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാറെന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു റൈറ്ററായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള റൈറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. സാർ എങ്ങനെയാണ് ശരിക്കും ഒരു ഫെയിലിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫെയിലിയറിൽ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അതൊരു യൂഷ്വൽ ട്രഡീഷണൽ രീതിയിലല്ല, പക്ഷേ എക്സ്പീരിയൻഷ്യലായിട്ട് അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അതിൻ്റെ എല്ലാ കൈപ്പുള്ള സത്യങ്ങളും മനസ്സിലാവും തോൽവിയിൽ നിന്ന് തുടങ്ങിയാൽ. ഒരു വലിയ തോൽവി എന്തൊക്കെ സമ്മാനിക്കാം, ഏതൊക്കെ വഴികൾ അടയ്ക്കാം, നമ്മൾ വളരെ സ്മൂത്താണെന്ന് വിചാരിക്കുന്ന പാതകൾ പെട്ടെന്ന് തന്നെ കഠിനമാവുന്ന നമുക്ക് കൺമുന്നിൽ തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതിൻ്റെ പാഠങ്ങളും ഒരുപാട് ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ. പരാജയം വലിയ മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ അത് ഈ പറയുന്ന പോലെ വലിയ വിജയങ്ങളെയും ഒരു സമചിത്തതയോടെ കാണാൻ പഠിപ്പിക്കുന്നതാണ്. ഈ വിജയങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നത്? ഈ പറഞ്ഞ പോലെ വലിയ പരാജയം കണ്ടിട്ടുള്ളവൻ വലിയ വിജയങ്ങളിൽ ഘോഷിക്കുകയില്ല, വലിയ ഘോഷങ്ങൾ ഉണ്ടാക്കില്ല. അപ്പോൾ അത് ഒരു റിലീഫ് തരും എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടായി എന്നുള്ള ഒരു വിചാരം മാത്രമേ അത് സമ്മാനിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കരമായ എക്സ്റ്റാറ്റിക് ലെവലിലോട്ടൊന്നും പോകില്ല. ബിക്കോസ് നമ്മൾ പരാജയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഈ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പേരായിട്ട് എനിക്ക് കനകരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം. നമ്മൾ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രാജ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ പേരിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രസക്തി വന്നു? അതിനൊരു സ്വപ്നതുല്യമായ ഒരു പേരാണല്ലോ കനകരാജ്യം, ഗോൾഡൻ കൺട്രി എന്ന് പറയുന്നത്. അതൊരു പ്രോമിസ്ഡ് ലാൻഡ് പോലത്തെ ഒരു വാഗ്ദത്ത ഭൂമി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ പേരിന്. അതായിരിക്കും അത് സെലക്ട് ചെയ്യാൻ കാരണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ്. അതെ, വളരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ സംതിങ് ഉണ്ട് എന്നുള്ളൊരു. ഈ സിനിമയിൽ നമുക്ക് എന്താ പ്രതീക്ഷിക്കുന്നത് കനകരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ? കനകരാജ്യം ഒരു വളരെ സിമ്പിൾ സ്മോൾ ഒരു ബ്യൂട്ടിഫുൾ ടെയിലാണ്. വളരെ ഓർഗാനിക്കായിട്ട് നൈസർഗികമായിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ആ ഒരു നൈസർഗികത തന്നെയാണ് അതിൻ്റെ ഭംഗി. അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചതും അത് കാരണമാണ്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ. ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുന്ന ഒരു കഥയാണോ ശരിക്കും? ആ ഒരു ആസ്പെക്ട് ഉണ്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, അതിൽ പലതും ഉണ്ട്. നമുക്ക് ഇതിന്റെ പറഞ്ഞ പോസ്റ്റ് ആണെങ്കിലും റെയിലാണെങ്കിലും ഫാമിലിയെ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യുന്ന ഫാമിലിയിൽ ഒരു കുടുംബം എന്ന യൂണിറ്റ് ആക്കി ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രാരാബ്ധങ്ങളും പരാധീനതകളും ഒരു വളരെ ഭയങ്കര ലൈറ്റായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. അതേസമയം അതിനകത്തൊരു ഡെപ്തുള്ള ഒരുപാട് ആസ്പെക്ട്സും ആ സിനിമയ്ക്കകത്തുണ്ട്. ഞാൻ ഈ കുടുംബത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ സാർ തന്നെ പറഞ്ഞൊരു കാര്യം ഞാനുണ്ട്. എനിക്കൊന്ന് 1986 ഫെബ്രുവരി 21 അച്ഛൻ അസുഖം വന്ന് വീണതിന് ശേഷം അച്ഛനെ വേറൊരച്ഛനായിട്ട് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ. സാറിനെ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കഥാപാത്രങ്ങളെ വെച്ച് വിളിച്ചുകൊണ്ടിരുന്നവർ പിന്നീട് മാറി
അച്ഛന് പടമുണ്ടോ, അച്ഛന് പടം എന്തായി, അച്ഛൻ എഴുന്നേക്കുമോ എന്ന് ചിന്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാലം വരെ സാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിക്കും അച്ഛൻ്റെ ഒരു ലൈഫിൽ നിന്ന് സാർ പഠിച്ചൊരു കാര്യം എന്താ? ഈ സമചിത്തത ആണ് ഏറ്റവും ആവശ്യം ജീവിതത്തിൽ എന്നുള്ളതാണ്. കാരണം വലിയ ഉയരങ്ങളിൽ നിന്ന് വലിയ ഗർത്തങ്ങളിലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഫെബ്രുവരി 21 അച്ഛൻ ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ ഉയരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഉയരങ്ങളിൽ നിന്ന് ഒരു നിമിഷം പോലും വേണ്ട നമ്മൾ വലിയ രീതിയിൽ പതിക്കാൻ. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ആസ്പെക്ട് അച്ഛൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലാതെ നമ്മൾ പ്യുവർലി ആംബിഷ്യസ് ആയിട്ടുള്ള ഒട്ടും തന്നെ എന്താ പറയണ്ടത് പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഭ്രാന്ത് വരെ വരാവുന്ന ഒരവസ്ഥയിൽ നിന്നാണ് അച്ഛൻ കരകയറിയത്. അപ്പോൾ അതൊരു വലിയ പാഠമാണ്. അച്ഛൻ്റെ ജീവിതം അച്ഛനതിനെ അപ്രോച്ച് ചെയ്ത രീതി അതൊക്കെ എനിക്ക് വലിയ പാഠമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്? ഫോളോ ചെയ്യുന്നില്ല, പാഠമായിട്ടുണ്ട് മനസ്സിൽ. ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് കാര്യം ചോദിച്ചിട്ട് സാറിന്റെ സ്ക്രിപ്റ്റുകളിൽ അതിനെല്ലാം വിമർശനമായി വിമർശിക്കുകയും അല്ലെങ്കിൽ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ദൈവവിശ്വാസിയാണോ സാറ്? അതൊരു ജനറിക് ക്വസ്റ്റ്യൻ ആണ്. ദൈവം എന്ന് പറയുന്ന സംഭവം അത് പ്രപഞ്ചം ആണ്. നമ്മളും പ്രപഞ്ചമാണ് നമുക്ക് വെളിയിലും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക ട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്ന ബിലീഫാണ്. ട്രസ്റ്റിംഗ് ആണ്. ട്രസ്റ്റിംഗ് യുവർ സെൽഫ്, ട്രസ്റ്റിംഗ് ദി യൂണിവേഴ്സ്. അല്ലാതെ മറ്റത് ബിലീഫ് എന്ന് പറയുന്ന സാധനമാണ്. അത് വേറൊരു സംഭവമാണ്. ഞാൻ ട്രസ്റ്റിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഈ അച്ഛൻ തന്നൊരു ഉപദേശം എന്താണ് ലൈഫിൽ? അച്ഛൻ്റെ ജീവിതം ലൈഫ് തന്നെയാണ് അച്ഛൻ്റെ ഉപദേശം. അച്ഛൻ അങ്ങനെ പ്രത്യേകം ഉപദേശിക്കാത്തൊരാളാണ്. ഈ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹവുമായി ചേർന്നൊരു അദ്ദേഹം സംവിധാനം ചെയ്യുകയും സാർ എഴുതാൻ പോവുകയും ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചൊക്കെയാണ് പ്ലാനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കഥയെ കൃത്യമായി ഒരു തിരക്കഥയാക്കാനുള്ള ശേഷിയുള്ള ആളാണ് എൻ്റെ മകൻ എന്ന് ഒരച്ഛൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി. ശരിക്കും ആ ഒരു ഇൻസ്പിറേഷനും ആ ഒരു തുടക്കമായിരുന്നു പിന്നീട് സിനിമയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? ഡെഫിനറ്റ്ലി. അങ്ങനൊരു വലിയ കലാകാരൻ തോളത്ത് തട്ടുമ്പോൾ അതെന്തായാലും ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ. അച്ഛനെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ അച്ഛൻ്റെ ഒരു വാക്കിന് വലിയ വിലയുണ്ട്. അത് ആദ്യത്തെ കഥ എഴുതുന്നത് പോലും അച്ഛൻ്റെ മുഖത്തിന് പുഞ്ചിരി കാണാനാണ് ഈ അസുഖം വധിച്ച സമയത്ത്. അപ്പോൾ അതിന് അച്ഛൻ തന്ന പ്രോത്സാഹനം തൊട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും ശിരസാ വഹിക്കുന്ന ഒരാളാണ്. സിനിമകളിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ പേടിക്കാതെ, ഞാൻ അത് എടുത്തതെന്ന് പറയും, പേടിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം സാർ കാണിക്കുന്നുണ്ട്. ശരിക്കും സാറിന് പേടിയില്ലേ? ലോറൻസ് ഓഫ് അറേബ്യയിൽ ഒരു സിനിമയുണ്ട്, ലോറൻസ് ഓഫ് അറേബ്യ, ഡേവിഡ് ലീൻ്റെ. അതിലൊരു സീനുണ്ട്, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ട് അതിനെ ഈ കൈ കൊണ്ട് കെടുത്തിക്കളയുന്നത്. അപ്പോൾ വേറെ ആൾ ചോദിക്കും പെയിൻ തോന്നില്ലേ? അയാളത് ട്രൈ ചെയ്യുമ്പോൾ അയാൾക്കത് പറ്റില്ല. അപ്പോൾ അയാൾ ചോദിക്കും പെയിൻ, ഇതിന് നല്ല പെയിൻ ഉണ്ടല്ലോ, ഇത് തോന്നില്ലേ? ഇയാൾ ഒരു സീക്രട്ട് ഈസ് നോട്ട് ഷോയിങ് ഇറ്റ്. ഒരു ഭയമില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ഭയം എന്തായാലും ഉണ്ടാവും. അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിലാണ് കാര്യം. അല്ലാതെ ഭയമില്ല എന്ന് പറയാം. ഭയക്കാതെ നമുക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയുണ്ട്. അല്ല, അത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അങ്ങനത്തെ ഫോഴ്സസ് ഉണ്ടല്ലോ ഒരുപാട് ഈ പറയുന്ന പോലെ. പക്ഷെ അത് ഭയന്നിട്ട് കാര്യമില്ല. ഭയം വരും, എന്തായാലും വരും. ഏത് മനുഷ്യനും അതിൻ്റെ ഒരു ഏറ്റവും ഒറിജിനൽ ഇമോഷൻസിൽ ഒന്നാണ് ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിയർ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഫിയറിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിലാണ് ബ്രേവറി. അത്രേ ഉള്ളൂ. സാർ ഈ മൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു വിഭാഗത്തെ നമ്മുടെ ഒരു ധൈര്യമാകുന്നത് കുറച്ച് ഭയം കൂടി കലരുമ്പോഴാണെന്ന് ലെഫ്റ്റിൽ ഞാൻ ചെഗുവേരയുടെ ഒരു ലൈൻ, റോയുടെ ഒരു ലൈൻ, അതാണ് എൻ്റെ. ഈ നമ്മൾ പല വിഭാഗത്തെ, എനിക്കൊന്ന് സാറിന്റെ സിനിമയിലാണ് ഈ RSSനെ പോലുള്ള വിഭാഗങ്ങളെ എടുത്തു കാണിച്ച് മലയാളത്തിൽ തന്നെ ആദ്യമായി കൊണ്ടുവന്നത്. ഈ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ കൺസേൺ ചെയ്യാം, അല്ലാതെ അത് ചെയ്യുമ്പോഴാണ് അവർക്കും അല്ലെങ്കിൽ അവർ പ്രബലരാകും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കരുത്ത് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും സാർ അവരെ എതിർക്കുകയാണോ ശരിക്കും സംഭവിക്കുന്നത്? ഇല്ല, ഒരു കലാകാരന്റെ ഇത് എതിർക്കൽ കൂടെ നിൽക്കൽ എന്നുള്ള സംഭവമല്ല, കാണുന്നത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച നമ്മൾ എന്താണ് ഇവിടുത്തെ ഇന്റലിജൻസിയ, ഈ അനുകൂലമായി നിന്നാൽ മാത്രം ജീവിക്കാമെന്ന് പറയുന്നൊരു ഇന്റലിജൻസിയ ഉണ്ട്, എല്ലാ ദേശത്തുകൊണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കത് അനഭിമതമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടൊരു കാഴ്ച കാണാതെ
അത് കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു കലാകാരൻ്റെ ധർമ്മമല്ല. അത് കാണിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഒരു അതിന് ഏത് വിഭാഗമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഞാൻ കണ്ട കാര്യം പറയും. സാറിന് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ ഇതുണ്ടോ ശരിക്കും? ഒരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണെന്നേ ഉള്ളൂ. അതൊരു ഈസി വേർഡ് അല്ലേ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ? അത് ഈസി വേർഡ് ആയതാണ്, ശരിക്കും അതൊരു ടഫ് വേർഡാണ്. നമുക്ക് ഈ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലെ കഥാപാത്രങ്ങൾ എല്ലാത്തിനും ഡാർക്ക് ഷെയ്ഡാണ്. എല്ലാവർക്കും ഡാർക്ക് ഷെയ്ഡാണ്. അതിനകത്തൊരു ഹീറോ എന്ന് പറയുന്നത് ഗ്രേ ഷെയ്ഡാണ്. ശരിക്കും മനുഷ്യൻ അങ്ങനെ തന്നെയാണ് എന്നാണ് സാർ വിശ്വസിക്കുന്നത്? അബ്സല്യൂട്ട്ലി. നമ്മളാരും ഗുഡും ബാഡും അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ നല്ലവൻ എന്ന് പറയുന്നവരാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതെൻ്റെ അഭിപ്രായം. കാരണം അവരാണ് ഏറ്റവും ഡിഫെൻസീവായിട്ട് സംസാരിക്കുന്നത്. കാരണം അവർക്ക് ഉള്ളിൽ സംശയങ്ങളുള്ളതുകൊണ്ടാവാം. എല്ലാ മനുഷ്യരും, ഞാൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ഗ്രേ ഷെയ്ഡ്സ് ഉള്ളവരാണ്. ഗ്രേ ഷെയ്ഡിലാണ് അവരെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തന്നെ. അവർ അതിൽ കറുപ്പും വെളുപ്പും സമമായി കലർന്നവരാണ്. അതുകൊണ്ട് ആരുടെ നേരെയും അങ്ങനെ ഗുഡാണെന്നും ബാഡാണെന്നും പറയാം. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കനകരാജ്യത്തില് ചിലർക്ക് കറുപ്പിന്റെ ഷെയ്ഡ് കൂടുതലായിരിക്കും, ചിലർക്ക് വൈറ്റിന്റെ ഷെയ്ഡ് കൂടുതലായിരിക്കും. അതെ, സ്റ്റിൽ ദേ ആർ ഓൾ ഗ്രേ. ഈ കനകരാജ്യത്തിലെ കഥാപാത്രം അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡോ അല്ലെങ്കിൽ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയില്ല. അത് ആ സിനിമ അതിനെ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതാണ് ആ ക്യാരക്ടറിന്റെയും ആ സിനിമയുടെയും ഗുണം. നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നത് നല്ലതല്ല. ഇതാണ് ഇപ്പൊ ഇത്രയും സിനിമ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലേ. എനിക്ക് എപ്പോഴും പ്രൊമോഷണൽ ഇതിൽ പറയുമ്പോൾ എനിക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് സിനിമയെക്കുറിച്ച് എത്രത്തോളം സംസാരിക്കാം. കാരണം സിനിമ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് പരിധിയുണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിൽ. ഈ തിരക്കഥ എഴുതുമ്പോൾ എല്ലാവരും ഒരുപാട് ചോദിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. നമ്മുടെ കഥാപാത്രത്തെ ഇപ്പം സാറ് സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതുമ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്നൊരു തോന്നൽ നമുക്കുള്ളിലുണ്ടാവും. അപ്പോൾ റൈറ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ ഉള്ളിലുള്ള ആക്ടർ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചിലപ്പോൾ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ റോളല്ല, അല്ലെങ്കിൽ ഇതല്ലേ ഇതിനകത്ത് കുറച്ച് നന്നായി എഴുതിയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കാണിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു അൺഎത്തിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം മനസ്സിൽ വരുന്ന രീതിയിൽ മാത്രമേ എഴുതാൻ ശ്രമിക്കാവൂ. ഇപ്പം ഞാൻ ആക്ടർ എന്നുള്ള നിലയിൽ ആദ്യം കൺസിഡർ ചെയ്തിട്ടും അല്ല എഴുതുന്നത്. അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ പോലും കഥാപാത്രത്തിൻ്റെ സൈസിനെ കൂട്ടാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആലോചിക്കുന്നത് തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഈ ലൂസിഫറിന്റെ കാര്യം കൂടി പറഞ്ഞപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഗുജറാത്തിലേക്ക് നടക്കുന്നു. അതിന്റെ ഫസ്റ്റ് ഒരു ഫോട്ടോ ലൈക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും CG ആണോ അല്ലല്ല ഒറിജിനല്? അപ്പൊ എന്തോ വലിയ സംഭവം ഇരിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അത് പ്രേക്ഷകരാണ് നിശ്ചയിക്കേണ്ടത്. നമ്മുടെ മാക്സിമം ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 3 പാർട്ട് സീരീസിലെ സെക്കൻഡ് പാർട്ടാണ്, മിഡ് പീസാണ്. ഓക്കെ. അതിലെ മൗണ്ടിങ്ങിൽ നമ്മൾ മാക്സിമം എഴുതിയത് എന്താണോ അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു എക്സൈറ്റിംഗ് എലമെന്റ്സ് ഒരുപാട് ഉണ്ടാവോ? എഗെയിൻ നമ്മൾ എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക് എക്സൈറ്റിംഗ് ആവണമെന്നില്ല. നമ്മൾ എക്സൈറ്റ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എക്സൈറ്റിംഗ് ആവാം. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, അത് കൺസീവ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പേപ്പറിൽ ഞാൻ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. അത് ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു ജഡ്ജ്മെന്റ് വേണ്ടേ, ലൈക്ക് അത് വർക്കാവുമോ ഇല്ലയോ? ഇല്ല, നമുക്ക് സിൻസിയറിറ്റി മാത്രം മതി. നമ്മൾ പ്രേക്ഷകൻ കൂടെ ആയിട്ടാണല്ലോ എഴുതുന്നത്. നമുക്കൊരു സിൻസിയറായിട്ട് അത് ചെയ്യാൻ സാധിച്ചാൽ അതിനൊരു എക്കോയിങ് ഉണ്ടാവും പ്രേക്ഷകരിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പ്രീക്വലാണോ അതിന് ശേഷമുള്ള കഥയാണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക്? ഒന്നും എമ്പുരാനെ കുറിച്ചൊരു വാക്കും ഞാൻ പറയും. അത് കണ്ടാസ്വദിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ അതേ സാറിന്റെ തിരക്കഥയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ കമ്മാര സംഭവം. എപ്പോഴും ഏതൊരു ചർച്ച വന്നാലും അല്ലെങ്കിൽ ഏതൊരു സദസ്സിലും എടുത്തു പറയുന്ന ഒരു സാധനമാണ്. ചരിത്രം നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നത്. സാറിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാലം ഇപ്പോൾ അത് പലയിടത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ചരിത്രം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു പോളിസി സാർ ഉദ്ദേശിക്കുന്നത് പണ്ട് മുതലേ ചരിത്രം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതായിരുന്നു എന്ന് സാർ തോന്നുന്നുണ്ടോ? ഒരു ഇന്ത്യൻ ചരിത്രം അത് അതിന്റെ തുടക്കത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഒരു കോട്ടുണ്ടല്ലോ, ചരിത്രം വിജയികൾ ഉണ്ടാക്കുന്ന നുണകളുടെ കടലാസ് കിട്ടുന്ന ചരിത്രം എന്ന് പറയും എന്ന് നെപ്പോളിയന്റെ കോട്ടുണ്ടല്ലോ. ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈസ് അഗ്രീഡ് അപ്പോൺ എന്ന് പറയുന്ന ഒറിജിനൽ കോട്ട്. അതിൽ വിജയികളാണ് എപ്പോഴും ചരിത്രം ഉണ്ടാക്കുന്നത്. നമ്മൾ കേൾക്കുന്ന, നമ്മൾ വായിക്കുന്ന, നമ്മൾ പഠിക്കുന്ന ചരിത്രം അതാത് കാലങ്ങളിലെ വിജയികൾ ഉണ്ടാക്കിയ അവർക്ക് അനുകൂലമായ സത്യങ്ങളെ വളച്ചൊടിക്കൽ ഉണ്ട് അതിനകത്ത്. ഒരു വലിയ പരിധി വരെയുണ്ട്. അതുകൊണ്ടാണ് ചരിത്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഭാരത ചരിത്രത്തിനെ കുറിച്ച് വായിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവും
ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ട് നിന്നവരുടെ പോയിന്റ് ഓഫ് വ്യൂവും എല്ലാം കണ്ട് ഇതിലൂടെ എല്ലാം ഒരു നൂലോടിച്ചാൽ മാത്രമേ ഇതിലൊരു തുന്നിക്കെട്ടിയ ഒരു ചരിത്രം ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലായി. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു വെർഷൻ മാത്രം, ഒരു വിഷൻ, ഒരു പെർസ്പെക്റ്റീവ്, അതെ, ഒരു വ്യൂവിൽ നിന്ന് മാത്രം, ഒരു വാൻറ്റേജിൽ നിന്ന് മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിനാണ് കമാരസംഭവം അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ആളിനെ കുറിച്ച് ഇപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സിയോ, ഒരു ആളിനെ കുറിച്ച് ഒരു വെർഷൻ വായിച്ചാൽ ആ വെർഷനിലേക്ക് നമുക്ക് ഒഫീഷ്യലി ടീച്ച് ചെയ്യുന്ന വെർഷൻ അത് ഗവൺമെന്റിൽ സാങ്ഷൻ ഉള്ള വെർഷൻ ആയിരിക്കും. അപ്പോൾ ഗവൺമെന്റിൽ സാങ്ഷൻ എങ്ങനെയായിരിക്കും ആ വെർഷൻ വന്നത്? ഗവൺമെന്റ് ആരാണ് ഏതാണ് ഗവൺമെന്റ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഐഡിയോളജി ഉള്ളൊരു പാർട്ടിയായിരിക്കും. അപ്പോൾ ആ പാർട്ടിക്ക് അനുകൂലമായിട്ടായിരിക്കും ആ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇത് ഏത് പാർട്ടിയും ഇത് ചെയ്യും. ഇത് പ്രത്യേകിച്ചൊരു പാർട്ടിയിൽ നിന്നൊന്നുമില്ല, എല്ലാ പാർട്ടികളും. ഇന്ത്യൻ ചരിത്രം അങ്ങനെയാണ് എന്ന് സാറിന് തോന്നലുണ്ട്? അല്ല, ഇന്ത്യൻ ചരിത്രം അങ്ങനെയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും. ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ ഒരു കാര്യം പല ആംഗിളിലൂടെ വായിച്ചാലേ അതിൻ്റെ ശരിക്കുള്ള എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. അപ്പോഴും ഒരു ചെറിയ അംശം എങ്കിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാതിരിക്കുന്ന ഒരു ഏരിയയും കാണും. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് 1857 റിവോൾട്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ സിപ്പായി മ്യൂട്ടിനി എന്ന് പറയും, ഇന്ത്യ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര വീരഗാഥകൾ അതൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ ഒരു വായന വന്നാൽ അതങ്ങനെയല്ല. അതിലൊരുപാട് ഡാർക്ക് സാധനങ്ങളുണ്ട്. വേറൊരു ആംഗിളിൽ കൂടെ വായിച്ചാൽ, ഇപ്പം നാട്ടുരാജ്യങ്ങളുടെ ആംഗിളിൽ കൂടെ വായിച്ചാൽ അവരെന്തുകൊണ്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ വേറൊരു ആംഗിൾ നോക്കും. അതിൽ വേറൊരു സംഭവം ഉണ്ട്. അത് ഭയങ്കര ഒരുപാട് സെൽഫിഷ്നെസ് ഒക്കെ അതിലും ഉണ്ട്. പക്ഷെ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു ആദ്യ സ്വാതന്ത്ര്യ യുദ്ധം എന്നുള്ള നിലയിലാണ്. അപ്പം നമ്മൾ അസ്റ്റോണിഷിംഗ് ആണ് അങ്ങനെ വായിച്ചു പോയാൽ. എന്ന് പറഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് വേർഷൻസ് തപ്പി നോക്കി വായിച്ചാൽ എല്ലാത്തിനും ഒരു വേറൊരു വെർഷനുണ്ട്. അപ്പം ആ ഒരു തോട്ടിൽ, ആ ഒരു റിസർച്ചിൽ നിന്നാണ് കമാരസംഭവം എന്നുള്ള. ഈ കമാരസംഭവം ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രതീക്ഷ, അത്ര മനോഹരവും കിടിലവുമായ ഒരു പടം, നമുക്ക് ഒരു പ്രതീക്ഷിച്ച ഒരു ഹൈപ്പ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ സിനിമയെ കുറിച്ചല്ല പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു റോങ് പ്രൊമോഷൻ രീതിയായിരുന്നു ആ സിനിമ അന്ന് പുറകോട്ട് പോയത്. അത് ഒരു കാരണമായിട്ട് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. വേറൊരു തരം സിനിമയാണ് വരുന്നത് എന്നുള്ളത്. അതിനൊരു ഒരു മാസ് എന്റർടൈനർ എന്നുള്ള നിലയിൽ പ്രസന്റ് ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് അറിയാമായിരുന്നു. അങ്ങനെയുള്ള അബദ്ധങ്ങൾ എല്ലാ ഇൻഡസ്ട്രീസിലും പറ്റും. അതുകൊണ്ട് തന്നെയാണോ എമ്പുരാൻ ഇങ്ങനെ ഒതുക്കി ചെറിയ പടമാണെന്ന് പൃഥ്വിരാജ് പോലും പറഞ്ഞു? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. ആ സിനിമയിൽ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും അങ്ങനെ ഒരു കാര്യം ആവശ്യമേ ഇല്ല സത്യത്തിൽ. സിനിമ ആഫ്റ്റർ ഓൾ അത് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറയും. ഓവർ പ്രൊമോഷൻ വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണോ? ഡെഫിനറ്റ്ലി. അത് പ്രൊമോഷൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് പോലും സത്യത്തിൽ എത്രത്തോളം അതിന് ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നേക്കഡ് ഐ പ്രൊമോഷൻസ് ഉണ്ടല്ലോ, പോസ്റ്റേഴ്സ്, ഹോർഡിങ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിലേഴ്സ്, ടീസേഴ്സ് കട്ട് ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. സിനിമ ഡിസർവ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പല സിനിമകൾക്കും കാണിക്കുന്ന പല പ്രൊമോഷൻ രീതികൾ, പല തന്ത്രങ്ങൾ, പല കാര്യങ്ങളും, അതൊന്നും വില പോവില്ല എന്നാണോ? ഡെഫിനറ്റ്ലി. ഒരിക്കലും അത് സർക്കസ് ഗിമിക്സ് കാണിച്ചാൽ അത് ആൾക്കാർക്ക് ജനങ്ങൾക്ക് അതിലൊക്കെ ബുദ്ധിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ചിലത് ചെയ്യുന്നതെന്നൊക്കെ. സാറിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ വായനാ ദിനം കഴിഞ്ഞു പോയത് കൂടിയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. ഈ വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറി എന്ന് സാധനത്തുണ്ട്. ഇപ്പൊ നോർമലി ഒരു ബുക്ക് വായിക്കുന്നിടത്ത് നിന്ന് കുട്ടികൾ ഫോണിലേക്ക് മാറിയതും ഈ ഒരു തലമുറ വായിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് സാറിനുണ്ടോ? അതോ അവരവരുടെ രീതിയിൽ വായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായന ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോവൽ നമ്മൾ പറയുന്ന സാധനങ്ങൾ തന്നെയാണ് വായിച്ചാലേ വായനയാവൂ എന്ന് ശഠിക്കുമ്പോഴാണ് ഈ പ്രശ്നം. വായന പല രീതിയിലാവുന്നുണ്ട്. ഇപ്പോൾ യങ് ജനറേഷൻ വായിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വായിക്കുന്നുണ്ട്. വായന അങ്ങനെ നശിച്ചിട്ടൊന്നുമില്ല. ഈ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് സാധനമുണ്ടോ ഈ രാജ്യത്തെക്കുറിച്ച്? അതൊരു വലിയ ചോദ്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുന്നുണ്ട്. ദേശം വെച്ചിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐഡന്റിറ്റീസിന്റെയും ഒരുപാട് കാര്യങ്ങളുടെയും ഒരു ഏകീകരിച്ച ഒരു കാര്യമാണ്. അതായത് ഒരു സത്യം പറഞ്ഞാൽ ഒരു നേഷൻ എന്ന് പറയുന്നത് സൂക്ഷിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയെക്കുറിച്ച്. കാരണം ഇന്ത്യ ഒരു യൂണിയനാണ്.
ഒരുപാട് ഐഡന്റിറ്റീസ് ഉണ്ട്, ഒരുപാട് മതങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് ഡിവിഷൻസ്, അതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഓരോ കാര്യങ്ങളായിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. ഒരു കനകരാജ്യം എന്നുള്ള പേര് കണ്ടിരുന്നു, അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സാർ ഇന്ത്യ? കനകരാജ്യത്തിൽ തന്നെ അതൊരു കനവരാജ്യം എന്നുള്ള നിലയിലും കൂടെയാണ് അത് കാണേണ്ടത്. അതൊരു സങ്കല്പമാണ്. സംഭവിക്കില്ല. സങ്കല്പം എപ്പോഴും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലോ, അത് അടുക്കുമോ എന്നുള്ളത് കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടും അല്ലെങ്കിൽ ഒരു പുതിയ ഗവൺമെന്റിനുള്ള പ്രതീക്ഷ എന്താണ് സാറിന്? നന്നായി ഭരിക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാ ഗവൺമെന്റ്സിനും ഉള്ള പോലെ. അത് പ്രതീക്ഷയാണോ? അബ്സല്യൂട്ട്ലി. പ്രതീക്ഷ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രതീക്ഷ എല്ലാവരും വെച്ച് പുലർത്തുകയാണല്ലോ നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സാറിന് ഹിറ്റുകൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പരാജയങ്ങളും സംഭവിച്ചു, രണ്ടും കൂടെ മിക്സ് കറന്നതാണ്. ഹിറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഹിറ്റിലേക്ക് കയറ്റുകയും, പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പടം നന്നായിരിക്കാം, പക്ഷെ ഞാൻ ഇത് കൊമേഴ്ഷ്യലിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വശങ്ങൾ വരുമ്പോൾ സാറ് എങ്ങനെയാണ് ഇതിനെ പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? സാറ് സ്വയം പരിചാരുകയാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ള ചിന്ത വരികയാണോ? ഇല്ല, അങ്ങനെയല്ല. ഞാനൊരു സ്ക്രിപ്റ്റ് എൻ്റെ പരമാവധി കാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും അതിൽ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാനിങ്ങനെ ബോദർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടാകും. എത്ര തന്നെ നന്നായി ഒരു കാര്യം ചെയ്താലും അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയും സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയും ഒരുപോലെയാണ്. നമ്മളത് മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. വലിയ ദുഃഖം ഉണ്ടാവും ഒത്തിരി എഫേർട്ട് എടുത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഭയം എന്ന് പറയുന്ന പോലെ നാച്ചുറലായിട്ട് മനുഷ്യൻ്റെ ഇതാണല്ലോ. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ദുഃഖം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെങ്ങനെ അതിജീവിക്കണം, അടുത്തതിലോട്ട് പോകണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യുക. സിനിമയുടെ ഫസ്റ്റ് പ്രിന്റ് ആവുന്നവരെ അതിനെക്കുറിച്ച് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. വൺസ് ദാറ്റ് ഈസ് ഔട്ട്, പിന്നെ അത് ജനങ്ങളുടെ കയ്യിലാണ്. പിന്നെ അതിന് നമ്മൾ ഭയങ്കര ആഘോഷിച്ചിട്ടോ ഭയങ്കരമായി വ്യസനിച്ചിട്ടോ ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഈ തിരക്കഥകളിൽ ദൃശ്യം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ രണ്ട് സീരീസുകളാണ്. അതിൻ്റെ ഒരു മൂന്നാമത്തെ സീരീസിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു എന്നും. മൂന്നാമത്തെ ഫിലിം അതിന്റെ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അല്ല, ഈ ദൃശ്യത്തിന് മൂന്നാമത്തെ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചത്. ദൃശ്യം ഞാനല്ല, അല്ല സാറല്ല, ഞാൻ ചോദിച്ചതാണ് അതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത്. അത് ജിത്തുവിന്റെ ഒരു പ്രോഡക്റ്റ് അല്ല, അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം മൂന്നാമത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു ഞാൻ. ഓക്കെ. എമ്പുരാൻ 3യും ഇതിന് ഫസ്റ്റ് വിജയമാണെങ്കിൽ സെക്കൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ല, അതല്ല, ഞാനിപ്പോ കമാരസംഭവം തന്നെ 2 പാർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ കമാരസംഭവത്തിന് വലിയൊരു ബഡ്ജറ്റിലുണ്ടായ സിനിമ ആയതുകൊണ്ടും അത് ആദ്യം ഇറങ്ങിയ സമയത്ത് അതിന് അത്രത്തോളം സ്വീകാര്യത കിട്ടാത്തതുകൊണ്ടും സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായല്ലോ. ലൂസിഫറിന്റെ അങ്ങനെയല്ല. ലൂസിഫറിന്റെ ഫസ്റ്റ് വലിയ വിക്ടറിയാണ്. സെക്കൻഡ് ഉണ്ടാവും. അത് 3 പാർട്സിൽ കൺസീവ് ചെയ്തിട്ടുള്ളൊരു ഓൾറെഡി കാര്യമാണ്. ഓക്കെ. അപ്പോൾ അത് സംഭവിക്കാം. എല്ലാം സിനിമയിലൊന്നും നമുക്ക് നമ്മുടെ പ്ലാനാണതാണ്. സംഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റും. ഈ തിരക്കഥയിൽ സാറിന് കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സാറിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഈ അഭിനയത്തിന് സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോഴും അതെങ്ങനെയാണ് സാർ? അഭിനയം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിന് ഫുൾ ഫോക്കസ് കൊടുത്തതാണ് ചെയ്യുന്നത്. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത്, തിരക്കഥ എഴുതുന്ന സമയത്ത് അഭിനയിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഗ്യാപ്സ് വരുന്നത്. പിന്നെ ഒരു ക്യാരക്ടറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തു പോയിരുന്നിട്ടുള്ളത്. ഞാൻ 20 വർഷമായി. ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. 2024 20 വർഷമാവും. ഇതുവരെ ഞാൻ എനിക്ക് തോന്നുന്നു 29-30 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്. ഒന്നാമത് ഈ ഒരു പരിധി വരെയുള്ള എനിക്കിഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും സിനിമകളുമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ തിരക്കഥകളുടെ ഗ്യാപ്സ് ഉണ്ടാവാറുണ്ട്. അതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ഞാൻ നോക്കുന്നത്. ഈ സൗഹൃദത്തെ എത്രത്തോളം നോക്കുന്ന ഒരാളാണ്? സൗഹൃദത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. സിനിമയിൽ ക്രിയേറ്റീവ് ബ്രദർഹുഡ്സ് ആണ് കൂടുതലുള്ളത്. സൗഹൃദത്തെക്കാളും ക്രിയാത്മക സഹോദര്യം, ക്രിയേറ്റീവ് ബ്രദർഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പക്ഷേ പൃഥ്വിരാജിന്റെ ആ ലെവൽ ഓഫ് ചിന്തകളൊക്കെയാണോ നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചത്? അല്ല, ഞാൻ എഴുതുന്ന ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ശ്രമം നന്നായിട്ടുണ്ടാവുന്ന ഒരാളാണ് പൃഥ്വിരാജ്. അദ്ദേഹം ഒരു തിരക്കഥ വായിച്ചാൽ അതിൻ്റെ എല്ലാ ലൂക്ക് ആൻഡ് കോർണേഴ്സും പഠിച്ച്
അതിൻ്റെ അദ്ദേഹത്തിന് തോന്നുന്ന സംശയങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറഞ്ഞ് അങ്ങനെ ഒരു നല്ല എന്താണ് പഠിതാവാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ഫോക്കസും ഇതും കൂടെ വരുമ്പം എളുപ്പമാണ് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞ് മുരളി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂട്ടിയുമായിട്ടൊരു ചിത്രം പ്ലാനിലുണ്ട് എന്നുള്ളൊരു കാര്യം. അത് പ്രതീക്ഷിക്കാമോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് എപ്പോഴാന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രോജക്ട്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് അറിയില്ല എപ്പോഴാണ്. ആ ഒരു കൂട്ടുകെട്ടിൽ അതുപോലെ എമ്പുരാൻ പോലൊരു സിനിമ അത് ഞങ്ങളുടെ ആഗ്രഹമാണത്. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെ അതെ. അതെപ്പോൾ സംഭവിക്കുന്നുള്ളത് രാജുവിൻ്റെ പ്രോജക്ട്സ് ഉണ്ട്, എനിക്ക് എൻ്റെ ഉണ്ട്. ഈ സിനിമ തന്നെ വേറെ തലത്തിലേക്ക് മാറി, വലിയൊരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക്. എന്ന് വെച്ചാൽ തിയേറ്റർ സിനിമകൾ, മറ്റേ OTT സിനിമകളെന്നും തിയേറ്റർ സിനിമകളെന്നും മാറി. അപ്പോൾ സാർ പ്രതീക്ഷിക്കുന്നത് ഇനി തിയേറ്റർ സിനിമകൾ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാത്രം എന്നുള്ള കാഴ്ചപ്പാടാണോ സാർ? അങ്ങനെയില്ല. തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് ബജറ്റ് ഒരു ഇതല്ല, വലുപ്പമല്ല അതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് എൻ്റർടൈനർ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഇത്ര വലിയ സ്കെയിലിൽ OTT അതിൻ്റെതായ ഇതുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ പേഴ്സണൽ സിനിമകൾക്ക് ഫിലിംസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് OTT. ആ ഡിഫറൻസ് എന്നും കാണും. സാറിന് പറയാനുള്ള രാഷ്ട്രീയം കൃത്യമായി തിരകളിൽ ഉൾപ്പെടുത്താറുണ്ട്? പറയാനുള്ള കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിക്ഷണൽ പീസാണല്ലോ, ഡോക്യുമെൻ്ററി അല്ലല്ലോ. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാറില്ല. കഥാപാത്രങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും. അത് നമ്മൾ എഴുതി വരുമ്പോൾ വരും. ഒരു കഥാപാത്രത്തിന് എഴുതുമ്പോൾ ആ കഥാപാത്രത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അത് അയാൾ സംസാരിക്കും. അത് നമ്മുടെ ഒരു ചിന്തകൾ, ഒരു സ്വാഭാവികയുടെ ഒരു തിരക്കഥാകൃത്ത് എഴുതുമ്പോൾ അയാളുടേതായ കൂടെ ആശയങ്ങൾ അതിലേക്ക് വരില്ലേ? ഇപ്പം നരേഷനിൽ വരും, പക്ഷെ കഥാപാത്രങ്ങളുടെ രൂപീകരണത്തിൽ കഥാപാത്രങ്ങളാണ് നിശ്ചയിക്കുന്നത്. വൺസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രങ്ങളാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അവർ സംസാരിക്കുന്ന വാക്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. ഈ പേന പടവാളാക്കുക എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആക്കാൻ ശ്രമിക്കാറുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ ആക്കാൻ ശ്രമിച്ചാൽ പേന കൊണ്ട് പിന്നെ എഴുതാൻ പറ്റില്ല. ശരിക്കും പേടിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പേടി അങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റില്ല? അല്ല, പേന പടവാളാക്കാൻ പറ്റില്ല, അതൊരു ഫിഗറേറ്റീവ് സ്പീച്ച്. അല്ല സാർ, ഇപ്പൊ ഞാൻ പറഞ്ഞു പേനയ്ക്ക് പേനയുടേതായ ഒരു ഇതുണ്ട്. പടവാളാണെന്നൊക്കെ പേന എന്തുന്നവരല്ല പറയുന്നത്, വെളിയിൽ നിൽക്കുന്നവരാണ് പറയുന്നത്. അവർക്ക് തോന്നുന്നതാവാം പേന പടവാളായി എന്നൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ എതിർത്ത് സംസാരിക്കുന്നവരെ വകവരുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പോലും നമ്മുടെ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അത് അങ്ങനെയുള്ള സ്ഥലം, ഇത് സംഭവിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് അതിജീവിച്ചുള്ള എഴുത്തേ സാധിക്കുള്ളൂ. അല്ലാതെ അതിൽ വശംവദനായിട്ട് എഴുതാതിരിക്കാൻ പറ്റില്ല. ഈ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലെ സിനിമകൾ പ്ലാൻ ചെയ്യാം, അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ കൊമേഴ്ഷ്യൽ ആയിരിക്കണം? അങ്ങനൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ആ രീതിയിൽ അവർ പോകുക എന്നുള്ളത്. ഓക്കെ. ഓൾ സെഡ് ആൻഡ് ഡൺ, നൻപ എല്ലാം കൊഞ്ചക്കാലം എന്ന് പറയില്ല. കനകരാജ്യത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് എന്ത് പ്രേക്ഷകരോട് പറയാനുള്ളത്? അത് അതിൻ്റെതായ ഒരു പ്രേക്ഷകനെ കണ്ടെത്തും, ഇഷ്ടപ്പെടും അവർക്ക് എന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. എന്തായാലും പടം അടിപൊളിയാവട്ടെ, ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം ഗംഭീരമാവട്ടെ. ആ പേനയിൽ നിന്ന് ഇനിയും നല്ല നല്ല കഥകളും ആശയങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ പ്രിയപ്പെട്ട, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ തലമുറയിൽ ഏറ്റവും ഒരാൾ കൂടിയാണ് എനിക്ക് വളരെ പേഴ്സണലി. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും. താങ്ക് യു.